വല്ലാത്ത പണിയായി പോയതാണ്ട്. മൾട്ടി ഗ്രാഫ്റ്റ് പലതരത്തിലുള്ള മാവ് ഒരെണ്ണത്തിൽ ചെയ്യാൻ വേണ്ടി വന്നതാട്ടോ. അതാണ്ട് ചീമിട്ട് പണിയായിപ്പോയി. അന്നേരം നിങ്ങൾ വിചാരിക്കുന്നാണ്ട് ഇതേപോലെ ഒരു മാവും അങ്ങനെ കായ്ക്കത്തില്ല, അതേപോലെ തന്നെ പിടിക്കത്തില്ല, അത് ഗ്രാഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ഇല്ല എന്ന് പറയുന്നവരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇതാ ഈ വീഡിയോ ഗായ്സ്. നോക്കി അത് എത്രമാത്രം വെറൈറ്റി ആവുന്നതിനകത്ത് പിടിച്ചേക്കുന്നത് നോക്കി. അതെ, അത്രയും വലിയ 10-30 കൊല്ലമായിട്ട് 1 ഇഞ്ച് കാ കിട്ടാത്ത വലിയ മരം നിങ്ങളെ വീട്ടിൽ ഇതേപോലൊരു വീട്ടിലുണ്ടായിരുന്നു. ഏതാണ്ട് രണ്ടാമത് ഒരു പറമ്പിൽ തന്നെ 2 മരത്തിലാണ് ഏതാണ്ട് 1, 2, 3, 4, 5, 6, 7, 8 എണ്ണത്തിനകത്താണ് പിടിച്ചേക്കുന്നത്. അയ്യോ, താണ്ടെ കിളിയലുണ്ട്, താണ്ടെ കിളിയലുണ്ട്. ആ കവർ ഈ കവറും കൂടെ എടുത്തു. പതുക്കെ അങ്ങ് എടുത്തു, പതുക്കെ. താണ്ടെ അത് കിളിയലുണ്ട്. അത് പച്ചപ്പുണ്ട്, കിളിയലില്ല. അതിനകത്ത് കിളിയലുണ്ട്. അതിനകത്ത് കിളിയലുണ്ട്. അതിനകത്ത് കിളിയലുണ്ട്. അതിനകത്ത് കിളിയലുണ്ട്. പതുക്കെ അപ്പുറം സൈഡ് ഇപ്പോൾ പതുക്കെ. അതിനകത്ത് കിളിയലുണ്ട്. പതുക്കെ. അയ്യോ, അതിനകത്തും കിളിയലുണ്ട്. അയ്യോ, അടിപൊളിയായിട്ട് കിളിച്ചിപ്പുണ്ട്. ഇനി കിട്ടട്ടെ. താണ്ടെ സെറ്റ്. അതിനകത്ത് താണ്ടെ നമ്മൾ വെച്ച് കെട്ടിയ കമ്പ് വരെ സാറേ എല്ലാം കിട്ടിയിട്ടുണ്ടല്ലോ. അത്യാവശ്യം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. എല്ലാം അത്യാവശ്യം പച്ചപ്പുണ്ട്. ഇനി നമുക്ക് മരുന്നടിക്കണം. ഇനി ബാക്കിയുള്ള പരിപാടിയിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ, അതിന് സാറേ ഇത് 2ാമത്തെ ഷീർ കഴിക്കാൻ വേണ്ടി പോവാം. ഓക്കെ, ഒറ്റ കെട്ടം എടുത്താൽ മതി. അതായത് കമ്പ് കളയണ്ട, പതുക്കെ കെട്ടി ചെയ്ത് കിട്ടേ. ഓക്കെ, പതുക്കെ അത് പതുക്കെ കെട്ടിയാൽ മതി. മറ്റേ അല്ല, ഇത് സ്പ്രേ അത് ഓക്കെ. ഇതൊന്ന് അയ്യോ സാറേ, കാണാൻ പറ്റുന്നുണ്ടോ? എത്രയാണ് സാർ? ഐശ്വര്യമായിട്ട് ഒരെണ്ണം പതുക്കെ നിങ്ങളൊക്കെ. അടിപൊളി. ഒന്നായിട്ടുണ്ട്. ഒരെണ്ണം താണ്ടെ മുള വന്ന് ഒരെണ്ണം ഇളക്കിയിട്ടുണ്ട്. താണ്ടെ 2ാമത്തത് ഇളക്കിയിട്ടുണ്ട്. ഇനി താണ്ടെ 3ാമത്തത് താണ്ടെ ഇളക്കുന്നു. താണ്ടെ 4ാമത്തത് പതുക്കെ. താണ്ടെ 4ാമത്തെ ചെടി ഇളക്കുന്നു. താണ്ടെ നീ പ്രഭ 5ാമത്തെ ചെടി താണ്ടെ ഇളക്കി വിടുന്നു. താണ്ടെ 6ാമത്തെ ചെടി ഇളക്കി വിടുന്നു. താണ്ടെ പതുക്കെ മുളയുണ്ട്. 7ാമത്തെ ചെടി താണ്ടെ ചെറിയ മുള താണ്ടെ വരുന്നുണ്ട്. ഈ അറ്റത്ത് കണ്ട. ഇതിനകത്ത് പറഞ്ഞില്ലേ, ഇനിയിപ്പം നമ്മൾ കറക്റ്റായിട്ട് മരുന്ന് കൊടുക്കണം. ഇനി ഇതിന് ശേഷം കുറച്ച് പ്രൊസീജിയേഴ്സ് കൂടി ഉണ്ട്. ഒരെണ്ണം മാത്രമേ ഇതുവരെ പോയിട്ടുള്ളൂ. ഒരൊറ്റ ചെടി പോയത് കൂടെ നമുക്ക് കാണിക്കണം അല്ലേ സാറേ? അത് സ്പ്രേ തുടണ്ട സാറേ. അന്നേരം താണ്ടെ ഒരെണ്ണം താണ്ടെ പോയിട്ടുണ്ട്. ഇതിനെ നമുക്ക് റിമൂവ് ചെയ്യണം. ഇതിനകത്തൊരു ചെറിയ ഫംഗസ് ഉണ്ട്. അന്നേരം ബാക്കിയുള്ളതെല്ലാം നല്ല അടിപൊളിയായിട്ടിരിപ്പുണ്ട്. സാറേ ഇങ്ങോട്ട്. പിന്നെ നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല റിസൾട്ടാണ്. നല്ല റിസൾട്ട് അല്ലേ? അടിപൊളിയല്ലേ? നമ്മൾ പ്രതീക്ഷിച്ചതിലും നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. സന്തോഷമല്ലേ? ഇന്ന് വന്നിട്ട് എൻ്റെ വീട്ടിലൊരു മാവുണ്ടായിരുന്നു. അത് വെട്ടി പിന്നെ 4 ബഡ് ചെയ്ത് 4 മാവിൻ്റെത് ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 4ഉം കിളിച്ച്. കുറേ വർഷമായി ഞാനവിടെ, വർഷം ഓർക്കുന്നില്ല, കുറേ വർഷമായി ഞാൻ അവിടുന്ന് ചെടികളും പൂക്കളുള്ള ചെടികളും അല്ലാതെയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. അതെല്ലാം വെച്ചതാണിത്. ഇതൊരു മാങ്ങ ഞറിഞ്ഞിട്ടാല. അതാ കിടക്കുന്നത്. അടിപൊളി മാങ്ങ. ഇത് അടിപൊളി മാങ്ങയാണേ. ഇതാണ്ടേ കണ്ടോ? ഒന്ന് മുറിച്ചാലോ നമുക്ക്? വാ. സാറിൻ്റെ മാവിൽ നമ്മൾ ചെയ്തതാണ്ട് ഇതേപോലെ തളിര് വന്നിട്ടുണ്ട്. ഇനി ഇടയ്ക്ക് നിന്നൊക്കെ നമ്മൾ ക്രോപ്പൊക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കി എടുക്കാറുണ്ട്. താണ്ട് ഇപ്പം കറക്റ്റ് നോക്കിയേ സാറിൻ്റെ തന്നെ നമുക്കൊന്ന് ചോദിച്ച് മനസ്സിലാക്കുക എത്ര ദിവസമായിന്ന്. സാറേ താണ്ടെ നമ്മളെ മാവിരിക്കുന്ന ഇരിപ്പം കണ്ടാ താണ്ടെ ഇലയൊക്കെ വന്ന് തളർത്ത് നല്ല അടിപൊളിയാവുന്നുണ്ട്. ഇച്ചിരി മരുന്ന് കൂടെ കൊടുക്കണം കേട്ടോ സാറേ. മഴ ആയതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് മരുന്ന് കൊടുക്കണം. ഇത് മാങ്ങ നമ്മളിപ്പോൾ എറിഞ്ഞിട്ട മാങ്ങ. അടിപൊളി.
അതും കട്ട് ചെയ്ത് കളയടാ, അതും കട്ട് ചെയ്ത് കളഞ്ഞോ, അതൊന്നും നമുക്ക് വേണ്ട. ഇനി നമുക്ക് വേണ്ടത് ഗ്യാപ്പാണ്. കറക്റ്റായിട്ട് കട്ട് ചെയ്ത് പിടിക്കാത്ത രണ്ടും പോട്ടെ, പിടിച്ചത് മാത്രം മതി നമുക്ക്. അടിപൊളിയായിട്ട് കറി വരുന്നുണ്ട് കേട്ടോ. മരുന്ന് കറക്റ്റായിട്ട് കൊടുക്കണം. നാട്ടെ പച്ച നെറ്റ് നമ്മൾ ഇതുവരെ അഴിച്ച് വിട്ടിട്ടില്ല, സമയമുണ്ട്. ഓക്കെ, എന്നാൽ നാട്ടെ നമ്മൾ റിസൾട്ടാണ് അല്ലേ സാറേ? എങ്ങനെയുണ്ട്? ഹാപ്പിയാണേ? ഹാപ്പിയാണേ? ഇത് കാണാൻ വേണ്ടി ആരാണ്ടൊക്കെ വന്നെന്നൊക്കെ പറയുന്നേട്ടല്ലേ? 2-3 പേര് വീഡിയോ കണ്ടിട്ട്. കാര്യം 5.25 ലക്ഷം പേര് കണ്ടേക്കുന്ന ആ ഒരു വീഡിയോ. ഒരുപാട് പേര് വിളിച്ച്. ആഹാ, കാലക്ക്. ആ, നമ്മൾ ആദ്യത്തെ മരത്തിനകത്ത് പിടിക്കാഞ്ഞതിൻ്റെ കാരണം പറഞ്ഞുതരാം. ചിപ്സ് വാരി മുട്ടിലിട്ടിരുന്നു. അതേപോലെ തന്നെ അത് നല്ല വൃത്തിയാണ്, വെള്ളം കെട്ടി നിൽക്കത്തില്ലായിരുന്നു കേട്ടോ. അന്നേരം അതൊക്കെ തന്നെ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്. അത് നമ്മൾ പറഞ്ഞു കൊടുത്ത് സെറ്റാക്കി രണ്ടാമത് വീണ്ടും ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അന്നേരം സുഹൃത്തുക്കളെ, അതാണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന ചവറയിലാണ്. നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഇവിടെ വന്നൊരു മാവ് ഗ്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഒരു മാസത്തിന് അടുപ്പിച്ചായിട്ടുണ്ട്. ഏകദേശം 10-25 ദിവസത്തോളം ഒക്കെ ആയി തോന്നുന്നു. നമുക്ക് അതിന്റെ റിസൾട്ട് കാണിക്കാൻ വേണ്ടി വന്നതാ. എക്സൈറ്റഡ് അല്ലേ? നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ? കുറെ ദിവസമായില്ലേ, അതുകൊണ്ട് അതിനകത്ത് വെളിയിൽ നോക്കുമ്പോഴത്തേക്ക് കുറച്ച് ഇലയൊക്കെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എത്ര എണ്ണം പിടിക്കുമെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. അതിനെ കുറച്ച് കിട്ടും. എന്തായാലും ഇല വന്നുകൊണ്ട് തോണ്ട് ഒരെണ്ണം നമുക്ക് വെളിയിൽ നിന്ന് കാണാനായിട്ട് പറ്റുന്നുണ്ട്. അതിന് നമുക്ക് ഇതാ നേരെ വന്നേ കൂടിക്ക് പോയാൽ നമുക്ക് നോക്കിയാലോ? ഇതൊന്ന് കൈ പിടിച്ചു പറ. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. അന്നേരം എന്തായാലും എക്സൈറ്റഡ് ആണെന്ന് മനസ്സിലായി. അന്നേരം നമുക്ക് ഇതാണ്ട് പതുക്കെ അവനെ അങ്ങോട്ട് ഇളക്കിയൊക്കെ വിടാം. ഇതാണ്ട് നോക്കിയേ, അടിപൊളിയല്ലേ? ഒരു വെറൈറ്റി ഉണ്ട് കേട്ടോ. നമ്മൾ വെച്ച കമ്പ് വരെ കിളിച്ചു എന്നുള്ളതാണ്. അതെന്തായാലും ഭയങ്കര സെറ്റപ്പായി. നമുക്ക് നോക്കാം. ഇതാണ്ടേ ഇത്രയും വലിയ മരം കേട്ടോ. ഏകദേശം 10-40 കൊല്ലത്തിന് മുകളിൽ പഴക്കമുള്ള വലിയൊരു മരമാണേ. എന്താണ്ട് സെറ്റായിട്ടുണ്ട്. ഇതാണ്ടേ എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ഞാൻ അടുത്ത് വന്നേ ഒന്ന് എണ്ണി കാണിച്ചു കൊടുക്കട്ടെ. താണ്ടെ ഇനി കുറച്ച് ദിവസം കൊണ്ട് ഇരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പണി കിട്ടിയാനെ. അതിനകത്താണ്ടെ ഒരെണ്ണം കിളിച്ചിട്ടുണ്ട്, രണ്ടാമത് താണ്ടെ കിളിച്ചിട്ടുണ്ട്, മൂന്നാമത്തെ കിളിച്ചിട്ടുണ്ട്, നാലാമത്തെ കിളിച്ചിട്ടുണ്ട്, അഞ്ചാമത്തിനകത്ത് ചെറിയ പൊട്ടുണ്ട്, ആണ്ടെ ആറാമത്തത്, ഏഴാമത്തത്, 8 ദൈവം 8 എണ്ണോ 1 2 3 4 5 6 7 8 9 എണ്ണോ 10 എണ്ണം ആണ്ട് കളിച്ചിട്ടുണ്ട്. എന്തായാലും ഇനി ഇതിനകത്ത് നമുക്ക് അടുത്ത 8 എണ്ണം കളിച്ച് മേളിൽ കിട്ടിയണ ആണ്ടെ സെറ്റായിട്ടുണ്ട്. ഇനി മരുന്നടിക്കണം, അതിൻ്റെ മേളിൽ ഷീറ്റ് ഇടണം, പണിയുണ്ട്. ഇനി ബാക്കിയുള്ളത് നമ്മൾ പിടിപ്പിക്കാനുള്ളത് നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്ത് വല്ല ഇലയുണ്ടായിരുന്നോ കൊണ്ട് വെച്ചോ? ഇനി വന്നേ ഇത് കൊണ്ടുവന്ന് വെച്ചപ്പോ എന്തെങ്കിലും ഒരു ഇലയുണ്ടായിരുന്ന? എത്ര 10-25 ദിവസമായില്ലേ? 10-25 ദിവസത്തിന്റെ മേളിലായിട്ടുണ്ട്. ഹാപ്പിയാണോ? അതാണ്ട് ഒന്നുകൂടെ എണ്ണി കാണിച്ചു തരാം. അതാണ്ട് 1 2 3 4 5 6 താണ്ടെ മുള 7 8
ഇതിനകത്ത് മുളയുണ്ടാണ് അത് ചെറുത് വരുന്നുണ്ട്. 9 10 ഉണ്ടെണ്ണ അതാണ്ട്. ഈ ഒരെണ്ണം ഉള്ളു പോയിട്ടില്ലേ? അല്ല ഇത് ഇതിനകത്തും പൊട്ടൊക്കെണ്ട്. ഒരെണ്ണം പോയത്. കൊണ്ടേ പോയിട്ടുള്ളൂ, ബാക്കി ഫുള്ള് കിട്ടിയിട്ടുണ്ട്. അന്നേരം വെറൈറ്റി ആണ്. അന്നേരം അടുത്ത ഇനിയുണ്ട് കേട്ടോ, അടുത്ത മരത്തിനടുത്തോട്ട് പോവാം. വാ കൂടെ വാ. ഇനി മറ്റേ മരുന്നൊന്ന് സ്പ്രേ ചെയ്യാം. അതാണ്ടേ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുക്കുന്ന മരുന്നുണ്ടേ. ഇനി ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യാം. അതിനകത്ത് ഇരുന്ന് കുറച്ചൊന്ന് മുറ്റിയായിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ തുടങ്ങണ്ട കേട്ടാ. ഇത് നേരത്തെ കൂട്ടി വിളിക്കേണ്ടതായിരുന്നു, വിളിച്ചില്ല. എത്ര ദിവസമായി. എല്ലാം നന്നായിട്ട് പിടിച്ചില്ലേ. ഇത് അതിനകത്തിരുന്ന് അതിന്റെ മണ്ടകൾ ഇതായി അടിപൊളിയായിട്ട് പിടിച്ചു സാധനം. ഇനിയിപ്പോൾ ഇതിനകത്ത് പറഞ്ഞാൽ ഇതിനകത്ത് ഇപ്പം ഒരുപാട് നേരം അതിനകത്ത് കുത്തി നിന്ന് അത് വാളഞ്ഞ് കണ്ടില്ലേ. എന്നാൽ നേരത്തെ കിളിക്കുമ്പോഴന്നേരം വിളിച്ചിരുന്നെങ്കിൽ സെറ്റപ്പ് ആയിരുന്നു. ഓക്കെ, ഇതാണ്ട് ഇതിനകത്ത് തന്നെ 5 ശിഖരം വന്നിരിക്കുന്നത്. ഇതിനകത്ത് എല്ലാം 5 ശിഖരം വീതമൊക്കെയാണ് കിടക്കുന്നത്. ഒരു 4 ദിവസം മുമ്പായിരുന്നെങ്കിൽ ഫുള്ള് സെറ്റ്. ഏതാ ഇത് അത് ഇളകിക്കളയണം. നമ്മളത് ഇളക്കിയിട്ടുണ്ട്. അന്നേരം ഇളക്കിയിട്ട് നമുക്ക് നോക്കാം ഇനി എത്ര പീസ് കിട്ടിയെന്നൊക്കെ നമുക്ക് അറിയാൻ എന്തായാലും നിങ്ങൾക്കും താല്പര്യം കാണുമല്ലോ. ഒരുപാട് പേര് റിസൾട്ട് എന്ത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അന്നേരം ആണ്ടെ റിസൾട്ട് നമ്മളിപ്പോൾ കാണിക്കാൻ വേണ്ടി പോവാണ്. ആണ്ടെ 1 കിളിക്കുന്നുണ്ട്. താണ്ടെ പതുക്കെ വേണേ, പതുക്കെ മതി. താണ്ടെ അടുത്തത് താണ്ടെ. ആഹാ നല്ല കലക്കനായിട്ടുണ്ട്. താണ്ടെ അടുത്തത് താണ്ടെ കിഡിലോ ആയിട്ടുണ്ട്. താണ്ടെ നോക്കി. താണ്ടെ ഇതൊന്ന് ഇതും കിളിയിൽ വരുന്നതാണെന്ന് തോന്നുന്നില്ലേ. താണ്ടെ ഇവിടെ കിളിയിൽ വരുന്നുണ്ട് കേട്ടോ. താണ്ടെ ഇതാ കിളിയിൽ വരുന്നുണ്ട്. ഇതുകൊണ്ട് പതുക്കെ നോക്കി കാണിച്ചു തരാം. താണ്ടെ 1, താണ്ടെ 2, താണ്ടെ 3. അങ്ങോട്ട് പോകാൻ തടമൊക്കെ ഒരുക്കി നല്ല അടിപൊളിയായിട്ട് വെള്ളമൊക്കെ സെറ്റാക്കിയിട്ടേക്കും കേട്ടോ. നമുക്ക് ഒന്നേ തന്നെ. താണ്ടെ 1, താണ്ടെ 2, താണ്ടെ 3, താണ്ടെ 4, താണ്ടെ 5, താണ്ടെ 6, 7. 7 ഇവിടെ 7 തന്നെ. ഇവിടെ 7 അല്ല, ഇവിടെ ഉണ്ട് കേട്ടോ. 8. താണ്ടെ ഇവിടെയും താണ്ടെ മുള പൊട്ടി വരുന്നുണ്ട്. അതിന് മൊത്തം 8 വെറൈറ്റി ഒരു മരത്തിൽ. താണ്ടെ 19 കൊല്ലം പഴക്കമുള്ള മരമാണ് അല്ലേ. അപ്പോൾ അതൊക്കെ കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് നമുക്ക് അടുത്ത മരുന്ന് കൊടുക്കാം. ഇല്ല ലൈറ്റായിട്ട്. ഓക്കെ താണ്ടെ അന്നേരം 8 എണ്ണേ. അന്നേരം താണ്ടെ സുഹൃത്തുക്കളെ താണ്ടെ 1 താണ്ടെ മുള അഴിച്ചു വിട്ടതാണേ. താണ്ടെ റിസൾട്ട് ഇന്ത്യന്ന് ചോദിച്ചവരുത്. താണ്ടെ 2 പച്ചപ്പുണ്ട്. താണ്ടെ 3, താണ്ടെ 4, താണ്ടെ 5, താണ്ടെ 6, 7, 8 എണ്ണേ. താണ്ടെ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ അടിയിൽ താണ്ടെ പൊട്ടി കളിച്ച് വരുന്നുണ്ടാ 8 എണ്ണം ഉണ്ട്. ഇനി അതിനുശേഷമായിട്ട് നമ്മൾ മെഡിസിൻ കൊടുക്കുവാണേ. മെഡിസിൻ ഇതേപോലെ കൊടുത്ത് നിർത്തുന്നതിൻ്റെ മേളിലൊരു ഷീറ്റ് ഇടണം. അന്നേരം താണ്ടെ സെറ്റായിട്ടുണ്ട്. താണ്ടെ ഇനി തടമൊക്കെ ഒരുക്കി കറക്റ്റായിട്ട് വെള്ളമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമുക്കിത് പ്രയോജനപ്പെട്ട് കിട്ടും. ഓക്കെ, സൂപ്പറായിട്ട് കയറിയതുണ്ട്. പിന്നെ സക്സസ് കണ്ടാ എത്ര എണ്ണം കിട്ടിയതുണ്ടാ? താങ്ക് യു. 8 എണ്ണം കിട്ടിയിട്ടുണ്ട്. താണ്ടെ കറക്റ്റ് കാണിച്ചു എല്ലാം പരുവപ്പെട്ട് വരട്ടെ. പിന്നെ അല്ല. ഓക്കെ താങ്ക് യു. അന്നേരം താണ്ടെ നമ്മളിപ്പം താണ്ടെ ഇത്രയും വർഷങ്ങൾ പഴക്കമുള്ള ഈ മരമാണ്, കായ്ക്കാവുന്ന മരമാണ്. എല്ലാ മാവിനും നമ്മൾ ചെയ്യരുത്. കായ്ച്ചുകൊണ്ട് നല്ല മാങ്ങയൊക്കെ എന്തിനാണ് വെട്ടിക്കളയുന്നത്. അന്നേരം ഇതിനകത്ത് കായ്ക്കാവുന്ന മരമായിട്ടാണ് നമ്മൾ ചെയ്തത് കേട്ടോ. അതിനകത്ത് താണ്ടെ 1, 2, 3, 4, 5, 6, 7 വെറൈറ്റി ഒരു മരത്തിനകത്ത് താണ്ടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കിയുള്ളത് നമുക്ക് റിമൂവ് ചെയ്യാം. താണ്ടെ ഇത് കളയണം, ഇത് കളയണം, ഇത് കളയണം. അത് മാത്രമല്ല ഇതിൻ്റെ ആവശ്യമുള്ളൂ. കാര്യം അതനുസരിച്ചുള്ള സ്പേസ് കിട്ടും. അതായത് ഒരു ഇത്തിരി ചെയ്തെങ്കിൽ നമുക്ക് അതിനുള്ള സ്പേസ് കിട്ടും. ഓക്കെ,
എന്നിട്ട് വളർന്ന് വരുമ്പോൾ ഇല്ലെങ്കിൽ പിന്നെ ബുദ്ധിമുട്ടായിട്ട് വരും കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം റിമൂവ് ചെയ്ത് കളയാനുള്ളതാണ്. പിന്നെ ബാക്കിയുള്ള പിടിച്ചതിനെ നമ്മളിവിടെ നിർത്തും, ബാക്കിയുള്ളതിനെ സെറ്റ് ചെയ്യും. ഓക്കെ, അന്നേരം ഇത്രയും വലിയ മരമാണേ. ഓക്കെ, റിസൾട്ട് കണ്ടിട്ടില്ല, റിസൾട്ട് കാണിക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം അവർക്ക് ഇരിക്കട്ടെ. ഓക്കെ, അന്നേരം സുഹൃത്തുക്കളെ താണ്ട് മുമ്പ് നമ്മളെ ലിയോൺ സാറിൻ്റെ അടുത്ത് നിൽക്കുവാണ്. ലിയോൺ സാറേ, സന്തോഷമാണോ? പിന്നെ ഭയങ്കര സന്തോഷം. ഒരു 10-25 ദിവസത്തിനകത്ത് ആയിട്ടുള്ളൂ. അന്നേരം മരത്തിൻ്റെ ഘടന, മരം ഇതുപോലെ വളരാൻ വേണ്ടിയിട്ട് എടുക്കുന്ന അതിൻ്റെ ഇല്ലേ സർവൈവൽ അല്ലേ നമ്മളിപ്പോൾ കണ്ടത്. അതെ അതെ, 10-25 ദിവസം കൊണ്ട് താണ്ട് നമുക്ക് 20 ദിവസത്തിന് മുമ്പേ അത് പിടിച്ചു. ഇപ്പൊ ഏതാണ്ട് 10 ദിവസത്തോളം ആയെന്ന് തോന്നുന്നു ഇത് പിടിച്ചു തുടങ്ങിയിട്ട്. അത് കൈ വെച്ചോ. ഞാൻ താണ്ട് ഒരു മിനിറ്റ് പറഞ്ഞോ സാറേ, പറഞ്ഞോ. എങ്ങനെയുണ്ട്? നമ്മൾ അടിപൊളി കാര്യം. നമ്മൾ വെച്ചത് ഞാൻ അന്ന് പറഞ്ഞില്ലേ, നമുക്ക് വെച്ചതിനൊക്കെ നമുക്ക് റിസൾട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ. അതാണ് അപ്പം അതെ അതെ. അപ്പം ഇപ്പൊ ഒരു 15 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അതിന്റെ തളിര് വന്നു. ഇപ്പം അത് ഏതാണ്ട് അത്യാവശ്യം കിളിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് ഇളക്കാൻ പോവാണ്. ഇളക്കാൻ വേണ്ടി പോവാണ് സാറേ. എങ്ങനെയുണ്ട്? ഹാപ്പിയാണേ? പിന്നെ അടിപൊളി. പതുക്കെ അന്നേരം താണ്ടെ നമ്മൾ പതുക്കെ അതിനെ ഇളക്കി വിടുവാണ്. താണ്ടെ കുറച്ച് കിളിയൽ വന്നിട്ടുണ്ട്. നമ്മൾ സാമ്പിളായിട്ട് പല രീതിയിൽ നമ്മൾ ചെയ്ത് നോക്കുന്നുണ്ട്. താണ്ടെ അതിനകത്തും ചെറിയ കിളിയലുണ്ട്. പതുക്കെ അടുത്തത് സാറ് തന്നെ ഇളക്കി വിട്ടേരെ. അടുത്തത് അതിനകത്ത് കിളിയലുണ്ട് കണ്ട. എന്നിട്ട് എത്ര എണ്ണം കിട്ടിയെണ്ണ? ഒരെണ്ണം പിടിക്കാതെ ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ട്. അതിനകത്തും പച്ചപ്പുണ്ട്. എല്ലാം കിളിച്ചിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ കൂടുതൽ വയ്ക്കുന്നത് ചിലപ്പോൾ ഇതിനെ ഇടയ്ക്കുന്ന കമ്പ് നമ്മൾ കട്ട് ചെയ്ത് കളയേണ്ടി വരും. 9 എണ്ണം കിളിച്ചിട്ടുണ്ട്. എത്ര? 9 എണ്ണം കിളിച്ചിട്ടുണ്ട്. അത്രയും നിൽക്കാനുള്ള സ്ഥലം കാണത്തില്ലല്ലേ? ഞാൻ വിചാരിച്ചിട്ട് 2-3 എണ്ണം എന്തായാലും പോകുമെന്ന് വിചാരിച്ച്. പക്ഷെ എന്നാല് ഇവിടുത്തെ ഒരു പ്രത്യേകത, നമുക്ക് ഇതിന്റെ മുകളില് നല്ല ഷെയ്ഡ് ഉണ്ട്. ഒരിച്ചിരി ഷെയ്ഡ് ഉണ്ട്. അപ്പൊ ആ ഷെയ്ഡും കൂടെ ഉള്ളത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാം കിട്ടിയത്. പിന്നെ നന്നായിട്ട് നീ പറഞ്ഞ കണക്കെല്ലാം ചെയ്തു. നന്നായിട്ട് വെള്ളം ഒഴിച്ചു, പൊതയിട്ടു, കൃത്യമായിട്ട് എല്ലാ ദിവസവും വന്ന് ഞാൻ നോക്കുമായിരുന്നു. നമ്മൾ ഇത് അതിന്റെ സൈക്കോളജിയാണ്. ഇപ്പൊ ചെടിയെടുത്ത് വന്ന് നമ്മൾ മനുഷ്യന്മാരുടെ അടുത്ത് കാര്യം പറയുന്ന പോലെ സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ അതൊരു എഫക്റ്റ് ഉണ്ടെന്നാണ്. അത് നോക്കി ഒന്നുകൂടെ നമ്മൾ ക്ലിയർ ആയിട്ടൊന്ന് നോക്കാം. അതെ, ഒരു പച്ചപ്പുണ്ട്. ഇത് പച്ചപ്പുണ്ട്. ഇതിന്റെ മേളിൽ ചെറിയൊരു ഫംഗസ് അടിച്ചിട്ടുണ്ടോ? ഇത്രയും നമ്മൾ ചെയ്തിട്ടും എന്നാലും നമുക്ക് ഇച്ചിരി ഫംഗിസൈഡും കൂടെ അതിന് കൊടുക്കണം. അന്നേരം അടുത്തത് ക്ലിയർ വന്നിരിക്കുന്നു. അടുത്തത് ക്ലിയർ വന്നിരിക്കുന്നു. കണ്ട അടുത്തത് ഒന്നും ചെയ്യണ്ട അതിനൊക്കെ ഇത് 2 എണ്ണം നല്ല പോലെ തളിര് വന്നിട്ടുണ്ട്. എന്നിട്ട് അതിനിടയ്ക്ക് കണ്ട തളിരെല്ലാം അടിക്കാൻ വേണ്ടിയിട്ട് എറുമ്പ് വന്നേക്ക് നോക്കി. അത് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അതിന് ഇനി ബാക്കിയുള്ള വീഡിയോ ഒക്കെ വരുന്നുണ്ട്. കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ഏകദേശം ഒരു 10-25 ദിവസത്തിനകത്ത് അടുത്തത് ആദ്യത്തത് സെറ്റായത് കാണാനായിട്ട് നിങ്ങൾക്കും പറ്റും. നോക്കി കിളിയലുണ്ടേ 1, 2 റിസൾട്ട് കണ്ടില്ലെന്ന് ഇനി ആരും പരാതി പറയരുത് അല്ലേ? ഇനി നോക്കേണ്ടത് ആരാ? സാർ ഇനി നോക്കും. ഇനി സാറിനെ പറ്റി എനിക്ക് ടെൻഷനില്ല. സാറ് നോക്കിക്കോളൂ. കറക്റ്റായിട്ട് വെള്ളം, അത് കറക്റ്റായിട്ട് മരുന്നും കൊടുക്കണം കേട്ടാ സാറേ. അതിന് നമ്മൾ അടുത്ത വീഡിയോ ഇടുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് അതിനെ കൂടെ കൂടിക്കോ ഫോളോ ചെയ്തിട്ടുണ്ടോ അല്ലേ? ഓക്കെ സാർ.